ഹായ്, നമ്മളിപ്പോൾ മാട്ടൂലാണ് ഉള്ളത്. അപ്പോൾ മാട്ടൂരിൽ അടിപൊളി പെറ്റ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ കുറെ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നത് കേട്ടു. അപ്പോൾ എന്തായാലും അവിടെ പോയി നോക്കാന്ന് വിചാരിച്ചു. അതിന്റെ മുന്നിൽ തന്നെ ബീച്ചാണ് കേട്ടോ. നല്ല മനോഹരമായ സ്ഥലമാണ്. അപ്പൊ നമ്മൾ എൻട്രൻസ് പാസ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഉള്ളിലേക്ക് കയറി. അപ്പൊ ആദ്യം തന്നെ കണ്ടത് ഇയാളെ കേട്ടോ. എൻട്രൻസിൽ തന്നെ നല്ല മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ആനയൊക്കെ ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ ഇതുപോലെ ഫിഷിന്റെ സംഭവമൊക്കെ ഇപ്പോഴാണ് ഉണ്ടായത്. ആദ്യമൊക്കെ ഉള്ളിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത് മാത്രമല്ല, ഒരുപാട് കാഴ്ചകൾ ഉണ്ട് കേട്ടാ. നമുക്കിതെല്ലാം ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വരാം. വെള്ളത്തിൽ ടച്ച് ചെയ്യാതെ തന്നെ അതിന്റെ ഫുഡ് കൊടുക്കണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറെ പേര് വെള്ളത്തിനുള്ളിൽ കൈയൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു നല്ല രസമാണ്. പക്ഷെ എനിക്ക് എന്തോ ഒരു പേടി അതിനെ കണ്ടിട്ട്, ഞാൻ ചെയ്തില്ല. ഫസ്റ്റ് കയറുമ്പോൾ തന്നെ ഈ ഒരു ചലന്തീനെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഇപ്പോഴാണ്. നമ്മൾ മുന്നേ മുന്നേ വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ മത്സ്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്തോറും നമ്മുടെ പക്ഷികളൊക്കെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ ഹൈറ്റ് കണ്ടോ, എത്രയേ ഉള്ളൂന്ന്. അതുപോലെ തന്നെ വേറൊരു സംഭവം ഉണ്ട്. നമ്മുടെ അമ്പാടി പശു, ഒരു പശുവിന് പിന്നെ പ്രത്യേകിച്ച് നല്ലൊരു ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു പിന്നെന്താ പറയാ, ഒരു പശുവിന്റെ തൊഴുത്ത് പോലെ തന്നെ ഇല്ലേ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അപ്പോൾ അതിന്റെ ഹൈറ്റ് വളരെ കുറവാട്ടോ. അതുപോലെ തന്നെ കുതിരേനെ കണ്ടു, കുതിരയുടെ ഹൈറ്റ് വളരെ കുറവാണ്. ഇത് ഒരു പ്രത്യേക ജനസിൽപ്പെട്ട ആൾക്കാരാ തോന്നുന്നതൊക്കെ. പെറ്റിനെ ടച്ച് ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടാ. പക്ഷെ നമ്മുടെ ആട്ടിൻകുട്ടിനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ക്യൂട്ട്നെസ് തോന്നി. പിന്നെ അത് കൂടിന് അറ്റത്തായിട്ട് തന്നെ വന്ന് കിടക്കുന്നതുകൊണ്ട് ഞാൻ മെല്ലെ തൊട്ട് നോക്കിയതാണ്. എനിക്ക് പേടിയൊന്നുമില്ല കേട്ടാ, എന്നാലും ചെറിയൊരു ഭയം. അതിപ്പോ നമ്മുടെ കൊത്തോന്നൊക്കെയുള്ളൊരു ചെറിയൊരു പേടിയാട്ടാ ഉണ്ടായത്. പിന്നെ ഏട്ടന് കൂസറൊന്നുമില്ല, ഏട്ടൻ പാമ്പിനെയൊക്കെ കഴുത്തിലൊക്കെ ഇട്ടു. ഇന്ന് കണ്ടപ്പോ നിങ്ങൾക്ക് എന്നാ തോന്നിയേ, നമ്മുടെ ടോം ആൻഡ് ജെറിയിലുള്ള ഒരു നായ്ക്കുട്ടിയില്ലേ, നായ്ക്കുട്ടിയല്ല നായില്ലേ, അതുപോലെ തോന്നി എനിക്ക് കേട്ടോ. ഈ പട്ടിക്കുട്ടി ഉണ്ടല്ലോ, അതിനെ ഇളക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അത് കൂട്ടിലൊന്നല്ല ഉണ്ടായിരുന്നത്. അപ്പോ പിന്നെ അതിങ്ങനെ എല്ലാവരും തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനെ. ഇത് കണ്ടോ, ഫിഷിന്റെ പിന്നെ പൂള്. അത് പിന്നെ ഇവിടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു പുറത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചിട്ട് ഇല്ല ഫുഡൊക്കെ അവിടെ പുറത്ത് കൊടുത്തു. പിന്നെ ഉള്ളിൽ ഇത് കണ്ടപ്പോ പിന്നെ നമ്മൾ അയ്യടോന്നായിപ്പോയി. എന്തായാലും സാരമില്ല, കണ്ട് രസിക്കുക അത്ര തന്നെ.
പാറുവിന് നല്ല ഉറക്കം വന്നു. അവള് പിന്നെ അവൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക, ഒരു പിന്നെ എന്താ പറയാ, അവളുടെ എക്സ്പ്രഷൻ ഒക്കെ ഒന്ന് കോട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് വന്നത്. അപ്പൊ അവള് ഉറക്കം തൂക്കുന്നില്ല, അവൾ ഇതൊന്നും മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ പക്ഷികളൊക്കെ കണ്ടപ്പോ ഇങ്ങനെ, മീനിനൊക്കെ കണ്ടപ്പോ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പേടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്തായാലും. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ. അതാ ഒന്നത് അവിടെ ഇരിക്കണ്, മറ്റേതോ നീന്തി കളിക്കണ്. അയ്യോ എനിക്ക് ഇഷ്ടേയല്ല. പക്ഷെ എന്തായാലും പക്ഷെ ഇത് കാണുമ്പോ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. ഞാൻ ആ ഗ്ലാസ്സിലൊന്ന് ടച്ച് ചെയ്തപ്പോ എന്റെ മോൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ, അത് അമ്മ അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ. പിള്ളേരൊക്കെ ചില സമയത്ത് ഭയങ്കര ഡീസന്റ് ആണ്. നമ്മൾ കടയിൽ പോയാൽ കാണില്ലേ ചില്ലുകൂട്ടില് പലതരത്തിലുള്ള മുട്ടായികൾ. ഇത് അതുപോലെ കണ്ടോ, പച്ചയും ഓറഞ്ചൊക്കെ കളറിൽ പാമ്പുകൾ ഇങ്ങനെ കിടക്കണേ. ശരിക്കും കിടക്ക് തോന്നിയത് പെയിന്റ് അടിച്ചാണോ തോന്നിപ്പോവും. ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുഞ്ഞൻ ആമയാട്ടോ. എന്ത് രസമല്ലേ അതിങ്ങനെ നീന്തി കളിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. പറക്കുവാണെന്നൊക്കെ തോന്നിപ്പോന്നു എനിക്ക് ചില സമയത്ത്. ഇതാട്ടാ നമ്മുടെ ലാസ്റ്റ് പെറ്റ്. നല്ല രസമില്ല ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇത് എന്താ സംഭവം ശരിക്കും. ഇതോടുകൂടി നമ്മളെ പെറ്റുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ വേറെ ലോകത്തേക്കാണ് എത്തുന്നത്. അവിടെ നമ്മൾ അധികം നേരം നിന്നിട്ടില്ല. അധികം നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പണി കിട്ടും. ഏട്ടൻ പറഞ്ഞു നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാന്ന്. കാരണം കുട്ടികളൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ. പിന്നെ അതുകൊണ്ട് അധികം അവിടെ നിന്നിട്ടില്ല. നിന്നാൽ പണി കിട്ടും. കാരണം എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ റേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അന്തം വിട്ടുപോകും. പിന്നില്ലേ ഈ സൂയിലും അതുപോലെ പെറ്റ് സ്റ്റേഷൻ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ എത്തിപ്പെട്ട എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ചിന്തയാണ്, ഇതൊക്കെ ഈ കൂടൊക്കെ തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ മൃഗങ്ങളൊക്കെ പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ. സ്നേക്ക് വർക്ക് പോയപ്പോ സംഭവിച്ചത്, അതുപോലെ ഈ പെറ്റ് സ്റ്റേഷനൊക്കെ പോയപ്പോ എനിക്ക് ഉണ്ടായ ഡൗട്ടാ. സത്യം പറഞ്ഞ ഈ കൂടൊക്കെ തുറന്നു വിട്ടിട്ട് മൃഗങ്ങളൊക്കെ പുറത്തു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക. എനിക്ക് ഇമാതിരി കുരഷ്ട ചിന്തകളൊക്കെയാണ് അവിടെ എത്തുമ്പോ വരിക. സത്യം പറ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവില്ലേ ഈ സൂവില് അതുപോലെ പിന്നെ പക്ഷികളുള്ള സ്ഥലത്ത് മീനുകളുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ പോകുമ്പോ പിന്നെ ഈ അവരുടെയൊക്കെ കൂടൊക്കെ പിന്നെ തുറന്നു വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ. ഈ സൂവിലൊക്കെ എത്തിപ്പെട്ട മൃഗങ്ങളൊക്കെ പുറത്തു പോയാൽ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. പിന്നെ ഒരുവിധം പിന്നെ സാധാരണ കോമൺ ആൾക്കാർക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിചാരം. പിന്നെ ഇതാ നമ്മൾ പുറത്തെത്തി, മുന്നേ തന്നെ ബീച്ചാണ്. പിന്നെ ഒരുപാട് പേര് ഇതുപോലെ പട്ടമൊക്കെ വാങ്ങിയിട്ട് അതൊക്കെ ഇങ്ങനെ പറത്തുന്നുണ്ട്. പിന്നെ നല്ല മഴപ്പാറുള്ളത് കൊണ്ട് നമ്മള് പിന്നെ അവിടുന്ന് വേഗം വിട്ടു കേട്ടാ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ടാറ്റാ.